ചരിത്രമുറങ്ങുന്ന ബെളഗാവി വീരസൗധത്തിലേക്ക് മഹാത്മജിയുടെ ഛായാചിത്രം കയ്യിലേന്തി രാഹുൽ ഗാന്ധി നടന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ജനറൽ സെക്രട്ടറിമാരായ ജയറാം രമേശ്, കെ.സി. വേണുഗോപാൽ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കളും ആ യോഗത്തിലുണ്ടായിരുന്നു. 100 വർഷം മുമ്പ് മഹാത്മാഗാന്ധി പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത അതേ വേദിയിൽ വെച്ചാണ് ചരിത്ര സന്ദർഭങ്ങളിൽ ഇഴുകിച്ചേർന്ന സമ്മേളനം ആരംഭിച്ചത്. 1924 ബെളഗാവി AICC സെക്ഷനിൽ ജന്മം കൊണ്ട സേവാദൾ എന്ന ആശയത്തിന്റെ പിന്തുടർച്ചക്കാർ ഗാന്ധി സ്മൃതി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലി. ബെളഗാവിയുടെ പാതയോരങ്ങൾ മഹാത്മജിയുടെ ചിത്രങ്ങളാൽ നിറഞ്ഞു. കോൺഗ്രസ് മഹാത്മജിയുടെ ദീപ്ത സ്മരണകളിലേക്കും മഹത്തായ പൈതൃകത്തിലേക്കും തിരിച്ചു നടക്കുക കൂടിയായിരുന്നു ബെളഗാവിയിൽ. 2025 പാർട്ടിക്ക് പുതുജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് ഹിന്ദി ഹൃദയഭൂമിയിൽ വളർച്ച ലക്ഷ്യമിട്ട് അവിടെ നിന്നുള്ള നേതാക്കളെ AICC ജനറൽ സെക്രട്ടറിമാർ പദവികളിലേക്ക് കൂടുതലായി പരിഗണിക്കാനും തീരുമാനിക്കപ്പെട്ടു. പദയാത്രകൾ ഉൾപ്പെടെ 13 മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. വ്യാഴാഴ്ച ചേർന്ന പ്രവർത്തക സമിതി യോഗമായ നവ് സത്യാഗ്രഹ് ബൈഠക്കിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങൾക്കും വിലവർധനയ്ക്കും എതിരെയാണ് ഈ പദയാത്രകൾ സംഘടിപ്പിക്കുക. പ്രധാനമായും 2 പ്രമേയങ്ങളാണ് കോൺഗ്രസ് യോഗത്തിൽ തീരുമാനിച്ചത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ റാലികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മനാടായ ഗുജറാത്തിൽ ഏപ്രിലിൽ AICC യോഗം ചേരാനാണ് പാർട്ടിയുടെ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പഴയ പ്രവർത്തക സമിതി യോഗങ്ങളുടെ ഓർമ്മ ഉണർത്തി നേതാക്കൾ നിലത്തിരിക്കുകയായിരുന്നു. അതിന് തുനിഞ്ഞ രാഹുൽ ഗാന്ധിയോട് ഖാർഗെ കസേരയിലിരിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും കണക്കിലെടുത്ത് ഖാർഗെയും കസേരയിലിരുത്തി. 1924 അതേ സമ്മേളനം നടന്ന അധികം വലിപ്പമില്ലാത്ത ആ ഹാളിൽ തന്നെയാണ് ഈ യോഗവും നടന്നത്. ഹാളിനോട് ചേർന്നുള്ള കിണറടക്കം അതേപോലെ ഇന്നും പരിപാലിച്ചിരുന്നു. ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രവർത്തക സമിതി അംഗങ്ങൾ ഇരുന്നിരുന്നത്. 1924 സമ്മേളനവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി ഛായാചിത്രം കയ്യിലേന്തി രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളും വീർസൗധ പാർക്കിലാണ് ആദ്യം എത്തിച്ചേർന്നത്. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ ത്രിവർണ്ണ പതാക ഉയർത്തി വന്ദേ ഭാരതും ദേശീയ ഗാനവും ആലപിച്ചു. ഗാന്ധിജിയുടെ മഹത്തായ പൈതൃകം പേറുന്നവരും ഗാന്ധിഘാതകരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഏറ്റുമുട്ടലാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള തീവ്ര ആശയപ്രചരണ യജ്ഞത്തിന് സമ്മേളനം രൂപം നൽകുകയായിരുന്നു. കർണാടകയിലെ നിയമസഭയുടെ ശീതകാല സമ്മേളനം നടക്കുന്ന ബെളഗാവിയിലെ നിയമസഭാ മന്ദിരത്തിൽ മഹാത്മജിയുടെ പ്രതിമ സ്ഥാപിക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ എത്തിയിരുന്നില്ല. സുഖമില്ലാത്തതായിരുന്നു കാരണം. എങ്കിലും നേതാക്കളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ്. എന്നാൽ മഹാത്മാഗാന്ധിയുടെ മഹത്തായ പാർട്ടിയുടെ അധികാരമേറ്റെടുത്തതിൻ്റെ 100 വർഷം ആഘോഷിക്കുന്ന പരിപാടികളിൽ BJPക്ക് നിരാശയും ആശങ്കയുമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. കോൺഗ്രസിന്റെ ഈ പുതുജീവനിലേക്കുള്ള കുതിപ്പിന്റെ തുടക്കം BJP പാളയത്തിൽ ആകുലതകളും ആശങ്കകളും സൃഷ്ടിച്ചു കഴിഞ്ഞു. രാഹുലിനോടൊപ്പം പ്രിയങ്കയുടെ കടന്നുവരവും BJP പാളയത്തിൽ അങ്കക്കലിക്ക് കോപ്പ് കൂട്ടിക്കഴിഞ്ഞു. 10 വർഷം ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഭരണം വിലക്കയറ്റത്തിന്റെയും സ്വജന പക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും കുത്തരങ്ങായിരുന്നു എന്നത് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് അവർക്ക് ബലികേറ മല തന്നെ ആയിരിക്കും. ഇന്ത്യ ആകെ കോൺഗ്രസ് തരംഗമാകുകയാണ്. ഒത്തൊരുമയോടെ BJPക്കെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത് ഇന്ത്യയുടെ തിരിച്ചുവരവാണെന്ന് വേണം കരുതാൻ. മഹാത്മാഗാന്ധിയോട് കടുത്ത പോരാട്ടം നടത്തിയ പ്രത്യയശാസ്ത്ര സാഹോദര്യത്തിന്റെ വ്യവസ്ഥാപിത ആക്രമണം നേരിടുന്ന മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് സ്വയം വീണ്ടും സമർപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ യുദ്ധസജ്ജമാകാനുള്ള ശ്രമത്തിൽ അടുത്ത വർഷത്തേക്കുള്ള കർമ്മ പദ്ധതിയെക്കുറിച്ചും DWC യോഗത്തിൽ കോൺഗ്രസ് തീരുമാനിക്കും. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.